മഹാഗുരു ശരണം. അപ്പോൾ ഇന്ന് മാർച്ച് 10-ാം തീയതി വീഡിയോ ഇടുകയാണ്. അപ്പോൾ ഇതിനകത്ത് മെയിൻലി എല്ലാവരും ചോദിച്ചത്, പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തരുടെയും പഞ്ചഭൂത തത്വമനുസരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ ഈശ്വരനിലേക്കുള്ള മീഡിയമായിട്ടാണ് എൻ്റെ ഗുരു പറയുന്നത്. അപ്പോൾ ആ ഓരോരുത്തരുടെയും പഞ്ചഭൂതം എന്താണോ അതനുസരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, പൂർണ്ണ വിശ്വാസത്തോടെ കേട്ടോ. അപ്പോൾ പഞ്ചഭൂതങ്ങൾ നക്ഷത്രങ്ങൾ അനുസരിച്ചാണുള്ളത്. 4, 5, 6 നക്ഷത്രങ്ങൾക്ക് ഒരു പഞ്ചഭൂതം എന്നുള്ള രീതിയിലാണ്. ഇതെനിക്ക് ബൈഹാർട്ടല്ല, അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് വായിക്കാം. അപ്പോൾ അശ്വതി മുതൽ മകയിരം വരെയുള്ള നക്ഷത്രക്കാർക്ക് ഭൂമിയാണ് ഭൂതം കേട്ടോ. ഭൂമി ഭൂതമാണ്. ഭൂമി ഭൂതത്തിന്റെ വിരൽ ഇതാണ്, ഈ മോതിര വിരലാണ് കേട്ടോ. ഭൂമി ഭൂതത്തിന്റെ ഭൂമി തത്വത്തിന്റെ വിരല് മോതിര വിരലാണ്. അതെന്താണെന്ന് പിന്നെ പറയാം. ഇനി തിരുവാതിര മുതൽ പൂരം വരെയുള്ള നക്ഷത്രക്കാരുടെ ജലമാണ്, അവരുടെ ഭൂതം എന്ന് പറയുന്നത് ജലമാണ്. ജലതത്വത്തിന്റെ വിരല് ഈ ചെറുവിരലാണ് കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് എൻ്റെ ഗുരു പറഞ്ഞു തന്നത്. ഇതിന് വേറെ ജ്യോതിഷത്തിലെ ആധികാരികമായിട്ട് ഈ ഒരു കാർമ്മിക പദ്ധതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഗുരു പറഞ്ഞു തന്നത്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്, ഞാൻ അതുപോലെ പലർക്കും പറഞ്ഞു കൊടുത്ത് അവർ പ്രാക്ടീസ് ചെയ്ത് അവർക്ക് ഫലങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ഇത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അത് പരീക്ഷിച്ചാൽ മതി. പിന്നെ ഉത്രം മുതൽ അനിഴം വരെയും അഗ്നി ഭൂതമാണ്. ഉത്രം മുതൽ അനിഴം വരെ അഗ്നിഭൂതമാണ്. അഗ്നിയുടെ വിരൽ ഇതാണ്, തള്ളവിരലാണ് കേട്ടോ. അഗ്നിയുടെ തള്ളവിരലാണ്. പിന്നെ തൃക്കേട്ട മുതൽ തിരുവോണം വരെ വായുഭൂതമാണ്. തൃക്കേട്ട മുതൽ തിരുവോണം വരെ വായുഭൂതമാണ്. വായുഭൂതത്തിന്റെ വിരൽ ഇതാണ്, ചൂണ്ടുവിരലാണ് കേട്ടോ. എൻ്റെ ഗുരു തന്നതനുസരിച്ചാണ്, അല്ലാണ്ട് ആയുർവേദത്തിന്റെ ഇതിന്റെയൊക്കെ വേറെ ആയിരിക്കും. ഇത് ഗുരു പറഞ്ഞു തന്ന, ഇപ്പൊ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുന്നില്ലേ, താന്ത്രിക കർമ്മങ്ങളിൽ ചെയ്യുന്ന കാണുന്നില്ല. അപ്പൊ ഗുരു പറഞ്ഞു തരുന്നത് ഈ ഭൂതത്തിന്റെ ആ ഒരു മീഡിയേഷൻ ആണെന്നാണ് എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണേമ്പ്രാന്തി തിരുമേനി പറഞ്ഞു തന്നത്. അപ്പോൾ അത് പരിമിതമായ എൻ്റെ അറിവിൽ എന്തെങ്കിലും കൂടുതൽ കുറവുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ അവിട്ടം മുതൽ രേവതി വരെ അത് ആകാശഭൂതമാണ് കേട്ടോ. ആകാശഭൂതത്തിന്റെ തത്വം ഈ നടുവിരലാണ് ആകാശഭൂതത്തിന്റെ തത്വം. അപ്പൊ അശ്വതി മുതൽ മകയിരം വരെ ഭൂമിഭൂതം, തിരുവാതിര മുതൽ പൂരം വരെ ജലം ഭൂതം, ഉത്രം മുതൽ അനിഴം വരെ അഗ്നി ആണ് ഭൂതം, തൃക്കേട്ട മുതൽ തിരുവോണം വരെ വായുവാണ് ഭൂതം, അവിട്ടം മുതൽ രേവതി വരെ ആകാശമാണ് ഭൂതം. എല്ലാവർക്കും ക്ലിയർ ആയി കാണും എന്ന് വിചാരിക്കുന്നു. ഇപ്പോ അഗ്നിഭൂതമുള്ളവർ തൊഴുമ്പോ ഇങ്ങനെയല്ല നമ്മൾ സാധാരണ തൊഴുമ്പോ ഈ തള്ളവിരലിന് അല്പം ഇത് കൊടുക്കുക. നമ്മൾ പ്രാർത്ഥനകൾ, എനിക്ക് ധാരാളം കാശ് വേണം, എനിക്ക് വീട് വേണം, എനിക്ക് എൻ്റെ കല്യാണം നടക്കണം, എൻ്റെ കുട്ടികൾക്ക് കുട്ടികളാകണം, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം എന്നൊക്കെ വരുമ്പോഴത്തേക്കും ആ ഓരോ സങ്കല്പം കൊടുക്കുമ്പോഴും ഈ തള്ളവിരൽ പ്രസ് ചെയ്യുക. അഗ്നിഭൂതമുള്ളവർ. വായുഭൂതം ഉള്ളവര് ഓരോ പ്രാർത്ഥന കൊടുക്കുമ്പോഴും പോസിറ്റീവായി കേട്ടോ. ഇത് പ്രസ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങൾ വിചാരിക്കല്ലേ, അതും പോവും കേട്ടോ. ദയവ് ചെയ്ത് പോസിറ്റീവായിട്ട് മാത്രം കാര്യങ്ങൾ വിചാരിക്കുക. അപ്പോൾ അടുത്ത വായുഭൂതത്തിലുള്ള ആൾക്കാർ ഈ വിരലിന്റെ ഓർഡറിലെ ഞാൻ പറയുന്നത്, അവര് ഈ ചൂണ്ടുവിരൽ പ്രസ് ചെയ്തിട്ട് ഓരോ ആവശ്യങ്ങൾ ഉന്നയിക്കുക. നമ്മൾ ഈ റിമോട്ട് വെച്ചിട്ട് ചാനൽ മാറ്റാനൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്യല്ലേ, അതുപോലെ തന്നെ ഇത് 2 വിരലും കൂടി വെച്ച് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ആകാശതത്വമുള്ളവർ ഈ നടുവിരൽ പ്രസ് ചെയ്യുക. ഇങ്ങനെ തന്നെ തൊഴുത് നിൽക്കുമ്പോൾ ഈ നടുവിരലിന് കുറച്ച് പ്രഷർ കൊടുക്കുക കേട്ടോ. പിന്നെ ഭൂമി തത്വമുള്ളവർ ഈ ഇതാണ് മോതിര വിരലാണ്. ജലതത്വം ഉള്ളവർ ഈ ചെറുവിരലാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, അത്ഭുതാവഹമായ ഫലങ്ങളാണ്. പിന്നെ ഇന്നലെ വന്നതിലെ ഒരു 10 എണ്ണം ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഞാൻ ഒന്നുകിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ വൈഫൈയുടെ വോയിസ് കോള് ഞാൻ ചെയ്തിട്ടുണ്ട്. ചിലരെ കിട്ടിയിട്ടില്ല, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിളിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലരെ വിളിക്കാറുണ്ട്. അപ്പൊ ചിലർ പറയുന്നുണ്ട് ഞങ്ങൾ 1-ാം തീയതി മെസ്സേജ് അയച്ചത് എന്ന് പറഞ്ഞാൽ യൂട്യൂബിന്റെ താഴെ കമന്റ് പറയുന്നുണ്ട്, 1-ാം തീയതി മെസ്സേജ് അയച്ചതാണ്, 2-ാം തീയതി അയച്ചതാണെന്ന് പറയുന്നുണ്ട്. നോക്കാനുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഈ വീഡിയോ കാണുന്നവർ അവര് ഇന്ന് മെസ്സേജ് അയക്കും. ഇന്നത്തെ മെസ്സേജ് ഇന്ന് ഞാൻ കംപ്ലീറ്റ് നോക്കും. ഇന്ന് എങ്ങും പോകുന്നില്ല, ഇന്ന് അത് തന്നെയാണ് നോക്കുന്നത്. ഇപ്പൊ രാവിലെ 6:30 മണിക്ക് തുടങ്ങിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ കോൾ ഉണ്ടായിരുന്നു, ചിലർക്ക് ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു, ഇനിയുണ്ട്. അതൊക്കെ നോട്ട് ചെയ്തിട്ട് ചെയ്യുകയാണ് കേട്ടോ. ഈ ബ്ലെസ്സിങ് ഒക്കെ എന്തെങ്കിലും യഥാശക്തി ദക്ഷിണ വാങ്ങിച്ചിട്ടാണ് ചെയ്യണത്, അത് പറയാം. ഇല്ലെങ്കിൽ എൻ്റെ കാർമ്മിക അവർക്ക് ചെല്ലും. അപ്പൊ ഞാൻ പറയാം, എന്തെങ്കിലും ദക്ഷിണ ഇതിനകത്ത് ഇടാൻ പറയാറുണ്ട്.
അപ്പോൾ ഇന്നലെ ഒരു ചേച്ചി 1000 രൂപയാണ് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ ചേച്ചിയെ വിളിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ കുറച്ച് അങ്ങോട്ട് അയച്ചു തരട്ടെ, എനിക്ക് തന്നെ ഒരു ഭയങ്കര ഇത്. അപ്പോൾ ചേച്ചി പറഞ്ഞു എന്തെങ്കിലും ചെയ്യും, എൻ്റെ സ്വന്തം അനിയനെ പോലെ കണ്ടാണ് ഞാൻ തന്നിരിക്കണേന്ന് ചേച്ചി പറഞ്ഞപ്പോൾ പിന്നെ അതിൽ ഞാൻ വീണുപോയി, ഫ്ലാറ്റായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയുടെ ഞാൻ പോകുമ്പോഴത്തേക്കുള്ള ആ എന്താണ് ആ ചേച്ചി തന്നിരിക്കണ സന്തോഷത്തോടെ തന്ന ആ ഒരു അനിയന് തന്ന കൈനീട്ടമായിട്ട് കണ്ടുകൊണ്ട് ഞാൻ ആറ്റുകാല് പൊങ്കാലയ്ക്ക് പോകുമ്പോൾ, കുടുംബസമേതം പോകുമ്പോൾ ഉപയോഗിക്കും. കൂടാതെ ചേച്ചിക്ക് വേണ്ടിയിട്ട് അവിടെ പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കണം. ആറ്റുകാലമ്മയുടെ ദർശനം കിട്ടാനായിട്ട് ആറ്റുകാലമ്മ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഒന്ന് ദർശനത്തിനും പോകണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി അറിയിക്കുന്നു. അപ്പോൾ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ എന്നോട് പേഴ്സണലി ഒരു വ്യക്തി ചോദിച്ചു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ വീട്ടിലെ ഒരാൾക്ക് ഇത് സ്പിരിച്വൽ പവറുണ്ട്. സ്പിരിച്വൽ പവർ ഉള്ളപ്പോഴത്തേക്കും ആ വ്യക്തിക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ജനറലി ഞാൻ പറയുന്നു, പലർക്കും സ്പിരിച്വൽ പവറുണ്ട്. സ്പിരിച്വൽ പവർ ഉള്ളപ്പോഴത്തേക്കും പല ആൾക്കാരും എനിക്ക് തോന്നുന്നത് വളരെ പ്രായം 30 വയസ്സ് താഴെയുള്ള വ്യക്തിയാണ് ഈ സ്പിരിച്വൽ പവർ ഉള്ളത്. അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മനസ്സിലായി. അത് കൂടുതലും ബ്ലാക്ക് മാജിക് മാറ്റൽ അല്ലെങ്കിൽ സോൾ പ്രസൻസ് മാറ്റലാണ്. അപ്പോൾ അതിന് ദക്ഷിണ കിട്ടുന്നുണ്ട്, 1000 അതൊക്കെ ദക്ഷിണ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ തരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്, അതിൻ്റെ എന്താണെന്ന് ചോദിച്ചു. കാര്യം ഞാൻ ദക്ഷിണയുടെ കാര്യത്തിൽ ഇത് പറയുന്നതുകൊണ്ടാണ്. ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഒരു ചേച്ചി 1000 രൂപ തന്നു എന്ന് വെച്ച്, ആ ചേച്ചി തന്നത് എന്നോടുള്ള സ്നേഹം തീർച്ചയായിട്ടും സ്നേഹമാണ്. പക്ഷേ ആ ചേച്ചി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഈ 1000 രൂപ തന്നു കഴിയുമ്പോൾ ഞാൻ ചെയ്യുന്ന ഉപാസനകൾ കൊണ്ട് അതിൽ നിവൃത്തി വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസം, ബോധ്യവും അത് ഈശ്വരനിൽ സങ്കല്പിച്ചിട്ട് ഞാൻ ആ കുഞ്ഞിന് 1000 രൂപ അയക്കുകയാണ്. ഇതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ മംഗളമാക്കി തരണമേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും അത് ഓൺലൈനായിട്ടാണെങ്കിലും തന്നിരിക്കണം. ഞാൻ കൈ വാങ്ങിച്ചിട്ടില്ലെങ്കിലും ഓൺലൈനായിട്ട് എൻ്റെ സ്വന്തം അക്കൗണ്ടിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന നിറവേറ്റാൻ എൻ്റെ 101% ഞാൻ ചെയ്യേണ്ടതുണ്ട്. ഇത് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ചേച്ചിയുടെ കാർമ്മികത്തിൻ്റെ കുറേ ഭാഗം എനിക്ക് വരും. എടുക്കാൻ പറ്റുന്ന അത്രയും എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ സാധാരണ പരിക്കൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകും അല്ലേ, ചില പരിക്കായിരിക്കും, അതിനകത്ത് പഴുപ്പും അതും ഇതൊക്കെ കാണും അല്ലേ, നേഴ്സുമാർ അല്ലെങ്കിൽ ഡോക്ടേഴ്സൊക്കെ അത് ക്ലീൻ ചെയ്ത് അവർ മാറ്റുകയാണ്, നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റുകയാണ്. ഇതുപോലെ തന്നെ പല ആൾക്കാരുടെയും കാർമ്മികം നമ്മൾ എടുക്കുകയാണ്, അറിഞ്ഞുകൊണ്ട് എടുക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റേക്കി ഹീലേഴ്സ്, പ്രാണിക് ഹീലേഴ്സ് ഒക്കെ ഇത് എടുക്കുകയാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇത്ര രൂപ വേണം എന്ന് അവർ പറയാൻ 21 ദിവസം 22 ദിവസമൊക്കെ അവർ ഹീൽ ചെയ്യുന്നതായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ സത്യസന്ധമായിട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർക്ക് റിസൾട്ട് കിട്ടും. അവർക്ക് അതിൻ്റെതായ കാർമിക് എഫക്റ്റ് വരുന്നുണ്ട്, അത് അറിയാം. ഇത് പലരോടും വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ അറിയാം. ഇപ്പം ഞാൻ പോയ പല ദീക്ഷയിലും ഒരു ദീക്ഷയിൽ ആ ഗുരു പറയണ ഒരു കാരണവശാലും നിങ്ങൾ ആർക്കും ഹീലിംഗ് കൊടുക്കരുത്. അവരുടെ നിങ്ങൾ കാർമികത്തിലേക്ക് പിന്നെയും ചെല്ലുകയാണ്, മനസ്സിലായോ? അതും ഒരു കാര്യമുണ്ട്. പക്ഷേ നമ്മൾ ബാക്കിയുള്ളവർക്ക് ചെയ്യണ്ടേ, നമുക്കൊരു പവർ യൂണിവേഴ്സായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് പ്രയോജനകരമായിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അല്ലാണ്ട് നമ്മൾ ചെയ്യാത്തത് നമ്മുടെ സ്വാർത്ഥതയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ലെവലിലേക്ക് നമുക്ക് ആത്മതലത്തിൽ ഉയരാൻ പറ്റുകയില്ല. ഈ ജന്മത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ സ്പിരിച്വലി നേടാൻ പറ്റുമെങ്കിലും അടുത്ത ലെവലിലേക്ക് നമുക്ക് ആത്മതലത്തിൽ ഉയരാൻ പറ്റുകയെന്നാണ്. അതുകൊണ്ട് എൻ്റെ ഗുരുവാണെങ്കിലും പറയാറുണ്ടായിരുന്നു, അറിയുന്ന വിദ്യ നമ്മൾ കഴിയുന്നതും ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ ദൈവം നമ്മളെ രക്ഷിക്കുന്നു. ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മത്തെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ ദൈവം നമ്മളെ രക്ഷിക്കുന്നു. ഗുരു പറഞ്ഞ ആ ആപ്തവാക്യം മുന്നിൽ കണ്ടുകൊണ്ട്, ബ്രഹ്മശ്രീ കൃഷ്ണേമ്രാന്തിരി തിരുവേനി പറഞ്ഞ ആപ്തവാക്യം മുന്നിൽ കണ്ടുകൊണ്ട്, ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ പോലും ചിലർ ഗുരുവിൻ്റെ ശിഷ്യനായി ഇന്ന് കണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാർഗനിർദ്ദേശം അദ്ദേഹം നിയോഗം ഉണ്ടെങ്കിൽ അതെനിക്ക് അതിൻ്റെ ഇൻഡ്യൂഷൻ കിട്ടിയ പലർക്കും പറഞ്ഞു കൊടുക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ കഴിവല്ല, എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹമാണ്. ഉപാസനാമൂർത്തികൾ തരുന്ന ആ ഒരു അവരുടെ കൃപാകടാക്ഷമാണത്. അപ്പം അതുകൊണ്ടാണ് പറയുന്ന പല കാര്യങ്ങളും അറിയില്ല എന്ന് തുറന്നു പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഈ കാര്യത്തിൽ പിന്നെ ഇങ്ങനെ വീടുകളിൽ വെച്ച് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഓൺലൈനിലാണെന്ന് വെച്ചോ, ഞാൻ ഓൺലൈനിൽ ചെയ്യുന്ന വളരെ കുറവാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ ഓൺലൈനിൽ ഒരാളുടെ കാര്യം ചെയ്തു. അതൊരു ബ്ലാക്ക് മാജിക് മാറുന്നതിനായിട്ടായിരുന്നു. അപ്പോൾ ഈ ഓൺലൈനിൽ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനർജി കണക്ഷൻ വരികയാണ്. അപ്പോൾ അത് ചെയ്തപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു എന്തെങ്കിലും ഒരു ദക്ഷിണ ഇട്ടേക്കും എന്ന് പറഞ്ഞു. കാര്യം ദക്ഷിണ ഇടണമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇത് ഫുള്ള് അവിടെ അവർക്ക് അത് വർക്ക് ചെയ്യില്ല. ആ കാര്യം എനർജി ഷിഫ്റ്റിംഗ് ആണ് ഇത് ശരിക്കും നടക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങോട്ട് അയക്കുമ്പോഴാണ് ഇത് അവിടെ ചെല്ലുന്നത്. അത് എന്താണ് അതിൻ്റെ ലോജിക്കെന്ന് എനിക്കറിയില്ല കേട്ടോ. പല ഗുരുക്കന്മാരും പറഞ്ഞു തന്നിട്ടുണ്ട് ഇത്. അപ്പോൾ തിരുമേനിയും പറയാറുണ്ട്, രാശി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദക്ഷിണ വാങ്ങിക്കണം,
പൂജ ചെയ്തു കഴിഞ്ഞാൽ ദക്ഷിണ വാങ്ങിക്കണം, ഒരാൾക്ക് വേണ്ടി എന്ത് പ്രാർത്ഥന ചെയ്താലും ഇത് ചെയ്താലും സങ്കല്പം ചെയ്താൽ, പ്രാർത്ഥന ചെയ്താലല്ല, പ്രാർത്ഥന കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഊട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്താൽ ദക്ഷിണ വാങ്ങിക്കണം തിരുമാനി പറയാറുണ്ട്. അപ്പോൾ ചിലർ വിചാരിക്കും ഞാൻ എന്തുകൊണ്ട് ഈ ദക്ഷിണയുടെ കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സാമ്പത്തികമാണ്. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികം ഒരു അവിഭാജ്യ ഘടകമാണ്, പല രൂപത്തിൽ അവിഭാജ്യ ഘടകമാണ്. ഉണർന്നെഴുന്നേറ്റ് കിടക്കുന്നത് വരെ നമ്മൾ പോക്കറ്റിൽ കൈയിടും ഏതാവശ്യത്തിനും. അപ്പോൾ പണം ഒരു അവിഭാജ്യ ഘടകമാണ്, പണം ഒരു കാർമ്മികവുമാണ്. അതാണ്. അപ്പോൾ വീടുകളിൽ വെച്ച് ഇത് ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ ഇവിടെ എൻ്റർടൈൻ ചെയ്യാത്തതും പലരും വീഡിയോ കോൾ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ആവശ്യമില്ല, വോയിസ് മതി എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം ഈ കാർമ്മികം എടുത്ത് തലയെ വെക്കേണ്ട എന്നുള്ള സ്വാർത്ഥത കൊണ്ടാണ് കേട്ടോ. സത്യം ഞാൻ പറയുകയാണ്, ഉള്ള സത്യം പറയാമല്ലോ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എന്നിട്ടും തീരെ ഇതില്ലെങ്കിൽ ചിലരുടെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി ചോദിച്ചത് വെച്ചിട്ട് വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ, കാര്യം അതിൻ്റെ ചില എഫക്റ്റ് വീട്ടിൽ വരുന്നു എന്ന് പറഞ്ഞു ആ വ്യക്തി പറഞ്ഞു, അതിൻ്റെ എഫക്റ്റ് വീട്ടിൽ മനസ്സിലാകുന്നു എന്നുള്ളത് കൊണ്ട് ഗൈഡൻസ് ചോദിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എഫക്റ്റ് വീട്ടിൽ വരും, അതൊരു സത്യമാണ്. അത് അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്ത് കളയണം. ഇതുപോലെ ഇത് ചെയ്യുന്ന വേറൊരാളെ വെച്ച് ഇപ്പം എൻ്റെ കാർമ്മികം എനിക്ക് സ്വയം മാറ്റാനായിട്ട് പരിധിയുണ്ട്. ഒന്നുകിൽ ഞാൻ ക്ഷേത്രങ്ങളിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെ ഞാൻ അതിൻ്റെ ഗുരു പറഞ്ഞ രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, ഉപാസനകൾ അത് ഇതൊക്കെ ചെയ്യുകയാണ്, മനസ്സിലായത്. അപ്പോൾ ആ കാർമ്മികം നമ്മളെ ഏറ്റുകിട്ടുന്നത് തീർച്ചയായിട്ടും ഉണ്ട്. അതിന് ഗൈഡൻസ് ആരാണെന്ന് വെച്ചാൽ ആചാര്യന്മാരോടോ ഗുരുക്കന്മാരോടോ ചോദിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ കൊണ്ട് ദക്ഷിണ തന്നവരുടെ ഒരുമാതിരി എല്ലാം തിരുവാകെ ഇനി മൂന്ന് പേരെ മാത്രമാണ് വിളിക്കാനുള്ളത്. അതിൽ രണ്ട് മൂന്ന്, അതുകൂടാണ്ട് 1-2 ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിവിധി ചെയ്യണത്, അത് വീഡിയോ കോളിലൂടെ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞിരിക്കണം. അതും ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ ഒരുമാതിരി ദക്ഷിണ അയച്ചവരുടെ എല്ലാം തീരും. അപ്പോൾ ആകെ ഈ ദക്ഷിണ ഇതൊന്നുമില്ല, ആകെ എത്ര 26 വരെ 27 വരെയാണ് അയച്ചതെന്ന്. അപ്പോൾ അത് തീരും. അത് കഴിഞ്ഞാൽ ഒന്ന് സ്വതന്ത്രമാകും. അത് കഴിഞ്ഞ് ഇന്ന് മെസ്സേജ് അയക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരെ ഇന്ന് ഞാൻ കോണ്ടാക്ട് ചെയ്യുകയോ റിപ്ലൈ തരികയോ ചെയ്യും. ഇപ്പം ചിലരുടെ കണ്ട് കാണും, ചിലരുടെ അതിൽ എന്തെങ്കിലും ഞാൻ സിമ്പിൾ ഇട്ട് കാണും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഉപാസനകളിൽ ഞാൻ ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മനസ്സിലാക്കുക. എനിക്ക് അങ്ങോട്ട് തരാനായിട്ട് ഒന്നും കമ്മ്യൂണിക്കേഷൻ വരാത്തത് കൊണ്ട് തരാത്തത് കേട്ടോ. അത് ദയവ് ചെയ്ത് എല്ലാവരും മനസ്സിലാക്കുക. എൻ്റെ ഉപാസനകളിൽ അത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഉപാസനകളിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാര്യം ഇതിൽ ഞാൻ ഒരു പോസ്റ്റ്മാൻ മാത്രമാണ്, എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഞാനൊരു പോസ്റ്റ്മാൻ മാത്രമാണ്. അതും വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാർക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സന്തോഷത്തോടെ സംസാരിച്ചാൽ മതി. പല ആൾക്കാരെ സംസാരിക്കുമ്പോൾ മിനിമം 15 മിനിറ്റ് ആവണം, ചിലർ 30 മിനിറ്റ് 45 മിനിറ്റ് ആകുമ്പോൾ ഞാൻ പറയും ഇത്രയും സമയമായി, ബാറ്ററിയുടെ ചാർജ് തീരുന്നു എന്ന് പറഞ്ഞ് നിർത്തുക. അപ്പോൾ ചിലർ ഭയങ്കര അതിശയകരമായ സ്പിരിച്വൽ പവറുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ പലരും ഓൺലൈനിലായിരിക്കും. ഈ പഠിക്കുന്നിടത്ത് പറയുമ്പോഴത്തേക്കും പഠിപ്പിക്കുന്ന ആൾക്കാർ പറയുന്നത് അതൊക്കെ തോന്നലാണെന്നാണ്. ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ ആയോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ അത് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരുടെ എനർജി മനസ്സിലാക്കുകയോ ചെയ്യാണ്ട് ക്ലാസ് എടുക്കുന്നവർ, എനിക്കറിയില്ല, ഹന്തഭാഗ്യം ജനാന. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ അറിവിൽ ഈ ലെവൽ ഇന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര ഉന്നതമായ ലെവലിലുള്ള പല സോൾസിനെ, ആത്മാംശങ്ങളെ പരിചയപ്പെടാനായിട്ട് യൂണിവേഴ്സ് എനിക്ക് നിയോഗം തന്ന് അതിന് വളരെ വിനീത വിധേയനായിട്ടുണ്ട്. അപ്പോൾ വളരെ അതിശയകരമായി എന്നെക്കാളും എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഞാൻ. പിന്നെ പല ആൾക്കാരും ഞാൻ നോക്കുമ്പോൾ എന്താണ് ഞാൻ ചെയ്യുന്ന ഡ്യൂട്ടി, ഞാൻ ആലോചിച്ചു, ഇന്ന് ഞാൻ ഉപാസനയിൽ ആലോചിച്ചു എന്താണ് ഡ്യൂട്ടി. ഇപ്പം ഞാനൊരു ഫ്ലാറ്റിൽ നിൽക്കുകയാണ് അല്ലേ, ആ ഫ്ലാറ്റ് ആ കോമ്പൗണ്ടിൽ ഇലക്ട്രിഫിക്കേഷൻ, സാനിറ്റൈസർ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിൻ്റെ ലൈൻമാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നീഷ്യൻ വന്നിട്ട് ലാസ്റ്റ് ആ കണക്ഷൻ കൊടുക്കുമ്പോൾ ആ വീട്ടിലെ വൈദ്യുത ഉപകരണങ്ങൾ കത്തും, അല്ലെ ഇത് കേട്ടും. അതുപോലെ ആ കണക്ഷൻ കൊടുക്കാനായിട്ട് എനിക്കിത് നിയോഗമാണ് ശരിക്കുള്ളതെന്ന് പലരോടും സംസാരിക്കുമ്പോൾ മനസ്സിലായി. കാര്യമല്ല, അവർ ഹൈലി സ്പിരിച്വലാണ്. അപ്പോൾ അതിൻ്റെ എങ്ങാണ്ട് ഒരു ചെറിയ ഒരു കണക്ഷൻ വിട്ടിരുന്നു, അത് കൂട്ടിച്ചേർക്കുക എന്നുള്ള ഒരു ലൈൻമാൻ്റെ ഒരു ജോലിയാണ് യൂണിവേഴ്സ് ഇപ്പോൾ എനിക്ക് നിയോഗം തന്നിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്ന് എൻ്റെ ഉപാസനകൾ കഴിഞ്ഞ് അതിൻ്റെ പുണ്യാംശം എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെയും, എല്ലാ കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ, ധനധാന്യ സമൃദ്ധി ഉണ്ടാകട്ടെ, സർവകാര്യ സിദ്ധി ഉണ്ടാകട്ടെ, സർവ്വ ആഗ്രഹങ്ങളും മനോകാമനാവിഷ്ടങ്ങളും പൂർണ്ണമാകട്ടെ. കുട്ടികളുടെ പരീക്ഷകൾ നല്ല രീതിയിൽ എഴുതി ഉന്നത വിജയം പ്രാപിച്ച് അവരാഗ്രഹിക്കുന്ന ഹയർ ലെവൽ കോഴ്സിന് അവർക്ക് സെലക്ഷൻ കിട്ടട്ടെ. അതുപോലെ കോഴ്സ് കഴിഞ്ഞവർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സർവീസോ പ്രൊഫഷനോ ജോലിയോ കിട്ടട്ടെ. എല്ലാവരുടെയും കുടുംബത്തിൽ ശാന്തി, സമാധാനം, സന്തോഷം, അതുപോലെ സമൃദ്ധി ഉണ്ടാകട്ടെ.
അതുപോലെ എല്ലാവർക്കും സദാ സർവദാ സർവത്ര പോസിറ്റീവായുള്ള ചിന്തകൾ മാത്രം ഉണ്ടാകട്ടെ. പിന്നെ ഈ പരാശക്തിയുടെ എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറയുന്ന ആ ദിവ്യ വെളിച്ചത്തിൻ്റെ ഓറ ഗോൾഡൻ കളറാണെന്ന് പറയും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സദാ സർവദാ സർവത്ര ആ ഗോൾഡൻ എനർജിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ട് നമ്മുടെ ജീവിതം സുഖസമ്പൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ. താങ്ക് യു ആൾ ദി ബെസ്റ്റ് ടു ആൾ.